ഹായ് ഓൾ. നമുക്ക് ഇന്ന് ഡിവൈൻ എന്ത് മെസ്സേജസ് ഒക്കെയാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പിരിച്വലി എവേക്കനിങ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഹീലിംഗ് പ്രോസസ്സ് ഒക്കെ പൂർത്തിയാക്കി നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കൃത്യമായ ധാരണ കിട്ടിയവരെയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹൈലി സ്പിരിച്വലായി നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം വിസ്ഡം ഓപ്പണായി നിങ്ങളുടെ സോളിലുള്ള മുൻ ജന്മങ്ങളിലെ അറിവുകളൊക്കെ ഓപ്പണായി വരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഓൾഡ് സോളായ നിങ്ങൾക്ക് പൂർവ്വജന്മത്തിലെ പല കഴിവുകളും കാഴ്ചകളും ഈ ജന്മത്തിൽ പ്രാപ്തമായി വരുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പല രഹസ്യ അറിവുകളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനവും അതുപോലെ നിങ്ങൾക്ക് തന്നെ അംഗീകാരവും കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഡിവൈൻ തരുന്ന ഗൈഡൻസിലൂടെയാണ് എന്നിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ്, അതായത് ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ്. നിങ്ങളുടെ സ്പിരിച്വൽ എബിലിറ്റീസ് വളരെ മഹത്തരമായിട്ടുള്ളതാണ്. നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ളതുമായ ഒരു സോളാണ് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. ഇത് കാണുന്നവരിൽ ഈ സ്റ്റേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ റീഡിങ്ങിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഓപ്നോ ചെയ്യുക, പ്രേയേഴ്സൊക്കെ ചാൻറ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു മുടക്കവും കൂടാണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഈ പ്രോസസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. പിന്നെ കാരണം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഈ എനർജിയുമായിട്ട് കണക്റ്റ് ആകേണ്ടവരാണ് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. അത് കണക്റ്റ് ആവുന്നത് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കാണ്. അത് പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും ഒന്നും നിങ്ങൾ പുറത്തേക്ക് കൊടുക്കാണ്ടിരിക്കുക, അതായത് യൂണിവേഴ്സിന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴും ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേ ഉള്ളൂ നിങ്ങൾ ഈ എനർജിയിലോട്ട് കയറാനുള്ളൊരു മാർഗം. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് കയറാൻ പറ്റും കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്. ഒരല്പം സ്ലോ പ്രോസസ്സ് ആണെങ്കിലും നിങ്ങളും ഈ എനർജിയിൽ കയറേണ്ടവർ തന്നെയാണ്. അതുപോലെ നിങ്ങളിലുള്ള ഈ ആത്മജ്ഞാനവും അതുപോലെ ഈ പൂർവ്വജന്മ കഴിവുകളും എല്ലാം നിങ്ങളിലോട്ട് ഓപ്പണായി വരുമ്പോൾ നിങ്ങളെ ലോകം അംഗീകരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളിലുള്ള കഴിവുകളെയും അതുപോലെ നിങ്ങളെയും ഇത്രയും നാൾ അവഗണിച്ചു വരുന്നവർ പോലും അംഗീകരിക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത്. നിങ്ങൾ ഒറ്റ ഒരാളിൻ്റെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നിങ്ങൾ വിജയിക്കുന്നത് എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ ആത്മധൈര്യവും അതുപോലെ തന്നെ ഡിവൈൻ ഗൈഡൻസുമാണ് നിങ്ങളെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഈഗോ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള ഒരു കാര്യവും നിങ്ങളെ തേടി വരില്ല. അതൊരു പ്രത്യേക മെസ്സേജാണ്. അങ്ങനെ എന്തെങ്കിലും ഈഗോ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിലേ തന്നെ അതങ്ങ് നുള്ളിക്കളയുക. അതൊരു ഓർമ്മപ്പെടുത്തലുകൂടെയാണ്, അത് ഡിവൈൻ തരുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഒരു താക്കീതാണ് കേട്ടോ. ഈഗോ കൊണ്ടുവരാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലൊരു ചെറിയ സക്സസ് ആണ് വരുന്നത്, പക്ഷെ ഹ്യൂജ് സക്സസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു സക്സസ് കണ്ടിട്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല. ഒരു ഗ്രേറ്റ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഏത് സെലക്ട് ചെയ്യണം, ഏതിന് മുൻതൂക്കം കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മൾട്ടി ടാസ്കിങ്, ഒത്തിരി ഒരേ സമയം തന്നെ ഒന്നിലധികം കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടി വരുന്നതായിട്ട് ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് കാരണം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഏതിനാണോ പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
വളരെ നല്ല കോൺഫിഡൻസോടെ ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിലുള്ള ആത്മീയ വെളിച്ചത്തെ അട്രാക്റ്റ് ചെയ്ത് പലരും നിങ്ങളെ തേടിയെത്തും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പർപ്പസിൽ ഒരു മാജിക്കൽ എനർജിയുമായിട്ട് വളരെയധികം സ്ട്രെങ്തോടെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ഹ്യൂജ് സക്സസ് തന്നെയാണ് നിങ്ങളെ ഇവിടെ നിങ്ങൾക്കായി ഡിവൈൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പുതിയ പുതിയ ആശയങ്ങളിലോട്ടൊക്കെ നിങ്ങളെ ഡിവൈൻ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലേക്കായി കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ വളരെ പോസിറ്റീവായി ഏറ്റെടുക്കുകയും ആശ്ചര്യത്തോടെ അത് വീക്ഷിച്ച് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്കും കമ്മിറ്റ്മെൻറ്റിനും ഒക്കെ ഒരു റിസൾട്ട് നിങ്ങളെ തേടി എത്തും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. ഒരല്പം വൈകിട്ടാണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നതെന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. വളരെ വലിയൊരു സക്സസ് ആണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഡിവൈൻ ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് അത് സ്ലോ ആയിരുന്നാലും ഹ്യൂജ് സക്സസ്സിലോട്ട് തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരിക. അപ്പോൾ ആ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ ശ്രമങ്ങളും ഡെഡിക്കേഷൻ മെൻറ്റാലിറ്റിയും ഒരു മടിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ബാക്കി കാര്യം ഡിവൈൻ നോക്കിക്കോളും എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. ഒരു മെൻ്റൽ ബ്ലോക്കേജ് നിങ്ങൾ സൃഷ്ടിക്കാതെ ഡിവൈന് വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ സക്സസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ തന്നെയാണ്. സന്തോഷം, അബണ്ടൻസ്, ഡിവൈൻ്റെ അനുഗ്രഹം, അങ്ങനെ പലതും നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊരു മേജർ ആർക്കാന കാർഡ് കൂടിയാണ്. അതായത് ഒരു ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം തന്നെയാണ്. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് 6 ഓഫ് വാൻസിൽ ഇവിടെ നമുക്ക് സക്സസ് കാണുന്നുണ്ട്. 6 ഓഫ് വാൻസിലും അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ക്യൂൻ ഓഫ് വാൻസിലും നമുക്കത് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഇവിടെ എല്ലാം നിങ്ങൾക്കൊരു സക്സസ്, ഇവിടെ ക്യൂൻ ഓഫ് വാൻസിലും എല്ലാം ഒരു സക്സസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഗ്യാരണ്ടി എന്നുള്ളൊരു കാർഡ് ആയിട്ടാണ് നമുക്കിവിടെ സൺ കാർഡ് കിട്ടിയിരിക്കുന്നത്. അതൊരു മേജർ ആർക്കാന കാർഡ് കൂടെയാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിൻ്റെ ഒരു 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഡിവൈൻ തന്നെയാണ് ഇപ്പോൾ ഈ കാർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഡിവൈൻ തന്നെയാണ്, അത് മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഡിവൈനോട് പറയുക. നിങ്ങൾ സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ അതിന് ഓരോന്നിനും നിങ്ങൾ എണ്ണി എണ്ണി നന്ദി പറയുക, അത് മറക്കാൻ പാടില്ല. അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു എന്തൊക്കെയാണോ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നത് അത് പലതും നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അബണ്ടൻസ് നിങ്ങളെ എല്ലാ മേഖലയിലും അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതൊരു റിലേഷൻഷിപ്പിലായിരുന്നാലും നിങ്ങളുടെ കരിയർ ലൈഫിലായിരുന്നാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആയിരുന്നാലും അങ്ങനെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതിന് പുറമെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിവിടെ ഡിവൈൻ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗൈഡൻസും തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഡിവൈൻ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജും നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ എനർജിയിലോട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് എത്തിച്ചേരുന്നത് എന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട്. ഭയപ്പാടോ കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് സെറ്റോടുകൂടെ നിങ്ങൾ മുന്നോട്ട് കുതിച്ചു പാഞ്ഞു പോകും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്ലോക്കും നിങ്ങളെ തടുക്കാനാവത്തില്ല എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ തകർക്കാനോ തടുക്കാനോ കാര്യങ്ങൾ ശ്രമിച്ചിരുന്നാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളൊരു മെസ്സേജും നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പാതയിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്.
പിന്നെ നിങ്ങൾ ഈ പർപ്പസിന് പുറമെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹയർ ലെവൽ പർപ്പസ് നിങ്ങളിൽ നിങ്ങളിലൂടെ എത്തിച്ചേരണം എന്നൊരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ തന്നെ ഒരു സോൾ പർപ്പസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നും ഉന്നതമായിട്ടുള്ള ഒരു ഹയർ ലെവൽ പർപ്പസ് നിങ്ങളിലോട്ട് ഡിവൈൻ കൊണ്ടുതരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന ആത്മീയ വളർച്ചയ്ക്ക് പുറമെ നിങ്ങളെ മെറ്റീരിയൽ അബണ്ടൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ബോൾഡ് ആക്ഷൻസ് എടുക്കുന്നതിനും സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതിനുമായിട്ടുള്ള വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ്റെ ഓരോ ആക്ഷനെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.